നമസ്കാരം. രണ്ട് ധ്യാൻ ശ്രീനിവാസൻ സിനിമയുടെ വിശേഷമാണ്. ഒന്ന് തഗ് CR 143/24, രണ്ടാമത്തത് ID The Fake. രണ്ട് സിനിമയും വലിയ കുഴപ്പമില്ലാത്ത സിനിമകളാണ്. ഒരു പ്രമുഖ റിവ്യൂവർ ഈ തഗ് CRനെ തീട്ടപ്പടം എന്ന് പറഞ്ഞ് കളിയാക്കണം ഞാൻ കേട്ടു. അത്ര ഭയങ്കര മോശമായ ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം നല്ല രസമായിട്ട് തന്നെ കൊണ്ടുപോകാൻ ID The Fakeനെങ്കിലും സാധിച്ചിട്ടുണ്ട്. തഗ് CR 143/24 ഓക്കെ എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ അതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങൾ എടുത്തു പാടുന്നു തോന്നി. പുതുമുഖമായിട്ട് വന്ന് ഞെട്ടിച്ച, അല്ലെങ്കിൽ ഞെട്ടിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിലും നല്ല രസമായിട്ട് ആ റോള് കൈകാര്യം ചെയ്ത ഒരു CI പരലോകം എന്ന കഥാപാത്രം ചെയ്ത ആള് രസമായിരുന്നു. അങ്ങനെ തുടക്കത്തിൽ മുതൽ കുറച്ച് വലിയ കുഴപ്പമില്ല. തുടക്കത്തിലെ പുള്ളി ഒരു അമ്പലത്തിൽ കാണിക്കണതൊക്കെ ഭയങ്കര അമച്ചുറായിട്ട് തോന്നി. അതിനുശേഷം ഈ കഥാപാത്രം ഈ കേസ് അന്വേഷിച്ചതും ഒക്കെ രസമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച്, അത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. അതൊക്കെ കുറച്ച് സീൻസൊക്കെ കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് ധ്യാൻ ഉടനീളമൊന്നുമില്ല. ധ്യാന തുടക്കത്തിൽ തന്നെ മരിച്ചു വീണ ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. അല്ലാതെ ധ്യാൻ അതിനകത്ത് കേന്ദ്ര കഥാപാത്രം എന്ന് പറയാനൊന്നും ഒന്നുമില്ല. സിദ്ദിഖുണ്ട്. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാണ്ട് ബോറടിക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ബോംബല്ല എന്ന് മാത്രം പറയാൻ പറ്റും. ധ്യാൻ ബോംബ് ഇടുക എന്നാണല്ലോ സാധാരണ പറച്ചിട്ട്. ഇനി അതാണ് തഗ് CR 143/24 വിശേഷം. രണ്ടാമത്തെ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ID The Fake. സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോ ഒരു വാട്സപ്പിൽ അല്ലെങ്കിൽ ഏതോ ഒരു ടെലിഗ്രാം ചാനലിൽ കാണുന്നത് ഇവൻ അറിയും, അതായത് നമ്മുടെ നായകൻ ധ്യാൻ അറിയും. അതിനുശേഷം അതിന്റെ സോഴ്സ് തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇതൊരു സോഴ്സ് അല്ല, ഇങ്ങനെ തേടി പോകുന്നതും അതിന്റെ ഫൈനലി അവൻ അതിന്റെ കുറ്റവാളിനെ കണ്ടുപിടിച്ച് അവൻ ഇവര് കലാഭവൻ ഷാജോൺ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അവർക്കൊരു വിധി അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു ശിക്ഷ എന്ന പോലെ നടപ്പാക്കേണ്ടത്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ID The Fake. ദിവ്യ പിള്ളയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ പേരായിട്ട് വരുന്നത്. വലിയ കുഴപ്പമില്ലാണ്ട് ധ്യാൻ നന്നായിട്ട് ചെയ്തു ഈ സിനിമയിൽ. എനിക്ക് ആദ്യത്തെ സിനിമയിൽ ധ്യാൻ ആക്ടിങ് അത്ര പോരാത്ത വന്ന പോലെ എനിക്ക് തോന്നി തഗ് CRൽ. പക്ഷെ അതേസമയം ID The Fakeൽ നല്ല രസമായിട്ട് ധ്യാൻ ആ റോള് കൈകാര്യം ചെയ്തോളൂ തോന്നി. നമ്മുടെ കലാഭവൻ ഷാജോണും വളരെ നന്നായിട്ട് ആ റോള് ചെയ്തോലെ തോന്നി. പിന്നെ വേറെ നമ്മൾ ജോണി ആന്റണിയുണ്ട്. ജോണി ആന്റണി നല്ല രസമായിരുന്നു. ഒരു ഫാദർ ആയിട്ടുള്ള ഒരു കഥാപാത്രം നല്ല രസമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമയാണ് ഇതും. ഈ രണ്ട് സിനിമകളും എന്നെ സംബന്ധിച്ച് ബോംബല്ല, കണ്ടിരിക്കാവുന്ന സിനിമകളാണ്. വേറെ സിനിമകളൊന്നും കാണാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ വേണമെങ്കിൽ രണ്ട് സിനിമയെ ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.